ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ പാണ്ഡവന്മാരുടെ സന്ദേശം ധൃതരാഷ്ട്രരുടെ സഭയിൽ എത്തിക്കുന്ന സഞ്ജയൻ വീണ്ടും വീണ്ടുമുള്ള ധൃതരാഷ്ട്രരുടെ ചോദ്യം കേട്ട് തലകറങ്ങി ബോധം കെട്ട് വീണു. പക്ഷേ ധൃതരാഷ്ട്ര കണ്ണു കാണാത്ത ആളാണ്. സഞ്ജയൻ താഴെ കിടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ദ്രോണാചാര്യരാണ് പറയുന്നത്, രാജാവേ, അങ്ങയുടെ ഈ സൂതൻ ഇതാ തലകറങ്ങി വീണിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ധൃതരാഷ്ട്രയുടെ പ്രതികരണം വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്തോ കണ്ട് അല്ലെങ്കിൽ പാണ്ഡവന്മാരെ കണ്ട് ഭയന്നിട്ടാണ് ഇരുന്നത്. ആ ഭയം കാരണമാണ് വീണത്. അല്ലെങ്കിൽ പാണ്ഡവന്മാർ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഭയപ്പെടുത്തി കാണും, ഭീഷണിപ്പെടുത്തി കാണും എന്നുള്ള ഒരു അഭിപ്രായമാണ് ധൃതരാഷ്ട്ര തട്ടിവിടുന്നത്. സഞ്ജയൻ ഒരുവിധം എഴുന്നേറ്റ് ഇരുന്ന് പിന്നീട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, പാണ്ഡവന്മാരുടെ പക്ഷത്ത് നിരവധി ആളുകളുണ്ട്. അതിൽ 5 കേകയ സഹോദരന്മാർ, അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയവരാണ്. എങ്കിലും അവർ വലിയൊരു പടയുമായിട്ട് പാണ്ഡവന്മാരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. പാണ്ഡവന്മാർ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ രാജ്യം അവർക്ക് തിരിച്ചു കിട്ടും. പിന്നെ സാത്വികി എന്ന് പറയുന്ന യുവിധാന് ഗംഭീരനായ യോദ്ധാവാണ്. കാശി രാജാവുണ്ട്. ശിശുപാലന്റെ മകൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച ശിശുപാലൻ പാണ്ഡവന്മാരുടെ സഹോദരനാണ്. എന്നുവെച്ചാൽ അവരുടെ അമ്മയുടെ സഹോദരിയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പാണ്ഡവപക്ഷത്തുണ്ട്. ധൃഷ്ടകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജരാസന്ധനെ ഭീമൻ കൊന്നതാണ്. എങ്കിലും ആ ജരാസന്ധന്റെ മകനായ സഹദേവൻ പാണ്ഡവന്മാരുടെ പക്ഷത്തുണ്ട്. ജയസേനൻ എന്ന് പറയുന്ന ആളുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, മതി മതി, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഭീമസേനൻ മാത്രം മതി എൻ്റെ മക്കളെ കൊന്നൊടുക്കാൻ. അവൻ മഹാപരാക്രമിയാണ്. ഒറ്റക്ക് തന്നെ എൻ്റെ മക്കളെ മുഴുവൻ ജയിക്കാൻ അവന് സാധിക്കും. കുട്ടിക്കാലം മുതൽക്കേ അവൻ കളിക്കാൻ പോലും ആനകളോടാണ് അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത്, മനുഷ്യരോടല്ല. അപ്പം അത്രയും പ്രബലനാണ്, ബലശാലിയാണ് ഭീമസേനൻ. പിന്നെ അർജുനൻ്റെ ശക്തിയെക്കുറിച്ചും ശൗര്യത്തെക്കുറിച്ചും ധൃതരാഷ്ട്ര വാതോരാതെ അവിടെ വർണ്ണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ധൃതരാഷ്ട്ര കുറേ വിലാപം ചെയ്തു, കുറെ കരഞ്ഞു. എൻ്റെ മക്കളുടെ ദുര്യോഗം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. വിതുരന് മുമ്പ് എന്നോട് മുൻകൂട്ടി പറഞ്ഞതായ ആ ഭയം ഇപ്പോൾ ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ഭയപ്പെടേണ്ടതായ ആ ഒരു ദുരന്തം എന്നെ കാത്തിരിക്കുന്നു. നമ്മളെല്ലാം നശിക്കും, എൻ്റെ മക്കളൊക്കെ നശിക്കും, അവരുടെ അധികാരവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം അർജുനന്റെ വീര്യ ശൗര്യ പരാക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അർജുനന്റെ ശിഷ്യനായ സാത്വികിയും ഒട്ടും മോശമല്ല. എൻ്റെ മക്കളാകട്ടെ, ദുര്യോധനാദികളാകട്ടെ മന്ദബുദ്ധികളുമാണ്, ബുദ്ധി കുറഞ്ഞവരുമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീണ്ടും വീണ്ടും കരഞ്ഞത്. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ഇങ്ങനെ കരയാനിടയായത് അങ്ങ് പുത്രവശം പെട്ടുപോയിട്ടാണ്, പുത്രന്റെ ഭാഗത്ത് ചേർന്ന് പോയിട്ടാണ് അദ്ദേഹം അങ്ങ് കരയേണ്ടി വന്നത്. പുത്രന്മാരെ അച്ഛന്മാർ തിരുത്തുകയാണ് വേണ്ടത്, നേർവഴിക്ക് നയിക്കുകയാണ് വേണ്ടത്. ചൂതുകളിയിൽ അങ്ങയുടെ മക്കൾ ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ കാര്യവും അവർ വെട്ടിപ്പിടിച്ചപ്പോൾ പാഞ്ചാലി, പാണ്ഡവന്മാരുടെ വധുവായിരിക്കുന്ന പത്നിയായ പാഞ്ചാലിയെ പോലും ജയിച്ചപ്പോൾ അങ്ങ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജിതം എന്ന് ചോദിച്ചുകൊണ്ട് ജയിച്ചോ എന്ന് അവിശ്വസനീയമായ രീതിയിൽ ചോദിച്ചുകൊണ്ട് അങ്ങ് പുഞ്ചിരിക്കുക, അങ്ങയുടെ മുഖത്ത് നല്ല ചിരി പടർന്നു വരികയായിരുന്നു. അന്ന് ഞാനും വിതുരനും അങ്ങയോട് പറഞ്ഞു, ഈ ജയം എന്നേക്കുമുള്ള പരാജയത്തിൻ്റെ ഒരു സൂചനയാണ് രാജാവേ, ഇതിൽ അങ്ങ് മതിമറന്ന് സന്തോഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഭീമനും അർജുനനും യുദ്ധത്തിൽ ജയിക്കും, അപ്പോൾ അങ്ങ് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ഇതൊന്നും കേട്ട് ഭയപ്പെടരുത്. വാസ്തവത്തിൽ ഇതൊക്കെ കൃഷ്ണന്റെ ചതിക്കുഴിയാണ്. കൃഷ്ണൻ നമ്മളെയൊക്കെ തന്നെ മൊത്തത്തിൽ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വിതുരരെ അദ്ദേഹം കൊല്ലുകയില്ല. വിതുരർ അദ്ദേഹത്തിന്റെ പക്ഷമാണ്. അതുകൊണ്ട് ധർമ്മജ്ഞനാണ് എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒരുപക്ഷെ അങ്ങയെയും കൊല്ലാതെ വെറുതെ വിട്ടു എന്ന് വരാം. പക്ഷെ ബാക്കി ഞങ്ങളെല്ലാം തന്നെ കൃഷ്ണന്റെ കണ്ണിൽ കൊല്ലപ്പെടേണ്ടവരാണ്. അദ്ദേഹം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പാണ്ഡവന്മാരെ കരുക്കളാക്കി മാറ്റുകയാണ്. ഇത് വാസ്തവത്തിൽ ദുര്യോധനൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. എങ്കിലും അതൊരു കൊല്ലുക എന്നുള്ളൊരു പ്ലാനല്ല, മറിച്ച് ധർമ്മത്തിന് വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം എന്നേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ദുര്യോധനൻ പറയുന്നു, ഈ അവസ്ഥയിൽ ഞാൻ പാണ്ഡവന്മാരെ ചെന്ന് ശരണം പ്രാപിക്കണം എന്നാണ് അങ്ങ് പറയുന്നത്, അതോ ഞാൻ ജീവൻ വെടിഞ്ഞുകൊണ്ട് ജീവത്യാഗം ചെയ്തുകൊണ്ട് എൻ്റെ അവസാനത്തെ യുദ്ധം ചെയ്യാനാണോ തയ്യാറാകേണ്ടത്?
കീഴടങ്ങണോ എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു ആലോചന ഉണ്ടായിരുന്നു. ദുര്യോധനൻ അല്പം അത് വെള്ളം ചേർത്തിട്ട് തൻ്റെ അച്ഛനെ ഒന്ന് തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഞാനും കീഴടങ്ങുന്ന കാര്യം ആലോചിച്ചിരുന്നു. പക്ഷേ ഭീഷ്മരും ദ്രോണരുമൊക്കെ എനിക്ക് വാക്ക് തന്നത് അവരുടെ പരാക്രമം കൊണ്ട് എനിക്ക് ജയമുണ്ടാക്കാം, പാണ്ഡവന്മാരെ തോൽപ്പിക്കാം എന്ന് വാക്ക് തന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഭീഷ്മരെക്കുറിച്ച് അങ്ങേക്ക് അറിയാം, അദ്ദേഹം ലോക ജേതാവാണ്. ലോകത്തെ ഒരു ശക്തിക്കും ഭീഷ്മരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അത് സർവ്വവിദിതമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാണ്ഡവന്മാർ പോലും ഈ ഭീഷ്മരെ ഭയന്നിട്ടാണ് ഇപ്പോൾ അവർ മുഴുവൻ രാജ്യവും വേണമെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് 5 ഗ്രാമങ്ങൾ മതിയെന്നാണ്. അതെന്താ 5 ഗ്രാമങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നത്? മതിയായിട്ടല്ല വാസ്തവത്തിൽ. അവർക്ക് ഭീഷ്മരെ ഭയമായത് കൊണ്ട് യുദ്ധം ചെയ്ത് നേടാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് 5 ഗ്രാമങ്ങൾ മതി എന്ന് വെച്ചതാണ്. അപ്പോൾ അവർ ഭീരുക്കളാണ് എന്നും ഭീഷ്മരോട് അവർ തോൽക്കുമെന്നും അവർക്ക് തന്നെ അറിയാം. ഗദായുദ്ധത്തിൽ എനിക്ക് സമനായിട്ട് മറ്റാരുമില്ല എന്ന കാര്യം ലോകപ്രസിദ്ധമാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഞാൻ പറയുന്നതല്ല, എൻ്റെ ഗുരുനാഥനും എന്നെ ഗദായുദ്ധം പരിശീലിപ്പിച്ചവനുമായ സാക്ഷാൽ ബലരാമൻ. ഗദായുദ്ധത്തിൽ ലോകത്തിൽ നമ്പർ 1 ആയിട്ടുള്ള ബലരാമനാണ് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നത്. എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഭീമൻ എൻ്റെ ഒറ്റ അടിക്ക് ഇല്ല. എൻ്റെ ഒരടിക്ക് കൊണ്ട് ഹിമവാൻ പോലും തകർന്നു പോകും. അതുകൊണ്ട് എന്നെ ഭീമനെ കൊല്ലാൻ സാധിക്കുകയില്ല. ഭീഷ്മർ ദേവപുത്രനാണ്, ഗംഗയുടെ മകനാണ്, ദേവതാംശമാണ്, ദേവപുത്രൻ തന്നെയാണ്. ദ്രോണർ ദ്രോണിയിൽ ജനിച്ചവനാണ്. ദ്രോണിയിൽ ജനിച്ചത് ഒരു ബ്രഹ്മർഷിയുടെ, ഭരദ്വാജൻ എന്ന ബ്രഹ്മർഷിയുടെ പുത്രനായിട്ടാണ്. അദ്ദേഹത്തെ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല. കൃപർ ശരസ്തംഭത്തിൽ ജനിച്ച ഒരു ഋഷിപുത്രനാണ്, ഗൗതമന്റെ മകനാണ് അദ്ദേഹം. ഇവരെയൊന്നും ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല. ഇവരൊക്കെ തപോധനന്മാരാണ്. കൂടാതെ എനിക്ക് 11 അക്ഷൗഹിണി സൈന്യവുമുണ്ട് എന്ന് ദുര്യോധനൻ ഇങ്ങനെ തൻ്റെ ഭള്ള് പറഞ്ഞതിന് ശേഷം സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, യുധിഷ്ഠിരൻ യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്? അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഭാവം എന്താണ്? സഞ്ജയൻ പറഞ്ഞു, രാജാവേ, യുധിഷ്ഠിരൻ നല്ല സന്തോഷവാനാണ്. ഭീമനും അർജുനനും ഒക്കെ തന്നെ, അതുപോലെ യമന്മാർ, ഇരട്ട സഹോദരന്മാരായ നകുല സഹദേവന്മാരും വളരെ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് എന്നാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. അർജുനൻ തൻ്റെ രഥം കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. രഥത്തെ അങ്ങനെ ലോകം മുഴുവൻ, ദിക്ക് മുഴുവൻ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹം ചില മന്ത്രപ്രയോഗങ്ങൾ ചെയ്യുന്നതും കണ്ടു. ആ സമയത്ത് അർജുനന്റെ തേജസ് വർദ്ധിച്ചു. മിന്നൽ പിണറുകളോടുകൂടിയ കാർമേഘത്തെ പോലെ അർജുനൻ അവിടെ ശോഭിച്ചു നിൽക്കുന്നത് കണ്ട് ഞാൻ അത്ഭുത സ്തബ്ധനായി മാറി. അപ്പോൾ അർജുനൻ എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിജയത്തിൻ്റെ പൂർവ്വരൂപമായ ലക്ഷണങ്ങൾ അങ്ങ് കണ്ടില്ലേ എന്ന് ചോദിച്ചു. വാസ്തവമാണ്, അർജുനന്റെ വിജയം ഞാൻ അവിടെ കണ്ട ആ ബാഹ്യലക്ഷണങ്ങളെ കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അർജുനൻ ജയിക്കുമെന്നാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത് ആ കാഴ്ച കണ്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, വെറുതെ നീ അർജുനനെയും പാണ്ഡവന്മാരെയും പുകഴ്ത്തരുത്. പ്രശംസസ്യഭിനന്ദം സ്ഥാൻ പാർത്ഥാൻ അക്ഷപരാജിതാൻ അർജുനസ്യ രഥേ ബ്രൂഹി കഥമശ്വാഹ കഥം ധ്വജാഹ. ദുര്യോധനന്റെ ചോദ്യമാണ്. അഭിനന്ദിച്ചുകൊണ്ട് നീ പാണ്ഡവന്മാരെ പ്രശംസിക്കുകയാണ്. അവർ വാസ്തവത്തിൽ ജയിച്ചവരല്ല, അവർ തോറ്റവരാണ്, അക്ഷപരാജിതന്മാരാണ്. ഈ ചൂതുകളിയിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട അവർക്ക് എവിടുന്നാണ് രഥം കിട്ടേണ്ടത്? എവിടുന്നാണ് അവർക്ക് കുതിരകളെ കിട്ടുക? എന്താണ് അർജുനന്റെ രഥത്തിൻ്റെ സവിശേഷത? എന്താണ് അർജുനന്റെ തേരിൽ എത്ര കുതിരകളാണ് ഉള്ളത്? അവ എങ്ങനെയുള്ളതാണ് എന്ന് വെച്ചാൽ ദുര്യോധനന്റെ ചോദ്യത്തിന് അർത്ഥം അർജുനന്റെ കയ്യിൽ പല ചാവാളി കുതിരകളോ തുരുമ്പ് പിടിച്ച ഒരു തേരോ ഒക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ച് അധികം പ്രശംസിക്കേണ്ടതില്ല എന്ന ഭാവത്തിലാണ് എന്താണ് അർജുനന്റെ കയ്യിലുള്ളത് എന്ന് ദുര്യോധനൻ ചോദിക്കുന്നത്. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, രാജാവേ, വിശ്വകർമാവായ തൊഷ്ടാവ് ഇന്ദ്രനോടൊപ്പം ചേർന്ന് നിർമ്മിച്ചതാണ് അർജുനന്റെ തേര്. വിചിത്ര രൂപത്തിലാണ് ആ രഥം അവരുണ്ടാക്കിയത്. ദേവമായ കൊണ്ടാണ് അതിൻ്റെ ധ്വജം തയ്യാറാക്കിയത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവർണ്ണനീയമായ ഒരു അനുഭവമാണ് ആ അർജുനന്റെ രഥത്തിൻ്റെ ധ്വജം തന്നെ. ബഹുമൂല്യമായ വസ്തുക്കളെ കൊണ്ട്, രത്നങ്ങളെ കൊണ്ടൊക്കെ തന്നെ ചെറുതും വലുതുമായ പലതരം ചിത്രപ്പണികൾ ആ ധ്വജത്തിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ഭീമസേനന്റെ പ്രാർത്ഥന അനുസരിച്ച് സാക്ഷാൽ ഹനുമാൻ ഏത് സമയത്തും അർജുനൻ ചിന്തിക്കുന്ന മാത്രയിൽ ആ ഹനുമാൻ ആ ധ്വജത്തിന്റെ കൊടി അടയാളമായിട്ട് ആ കൊടിയിൽ ആരോഹണം ചെയ്ത് കയറി അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. പിന്നെ ആ ധ്വജം നേരെ യാത്ര ചെയ്യുന്ന സമയത്തും തിരിക്കായിട്ട്, അതായത് വശങ്ങളിലേക്ക് യാത്ര ചെയ്യാനും പറ്റുന്ന രഥമാണ്. ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോഴും അതിൻ്റെ ധ്വജം എവിടെയും തടസ്സപ്പെടുകയില്ല.
മുകളിലോട്ടും വേണമെങ്കിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഒന്നും ഈ വൃക്ഷങ്ങളിൽ എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും വൃക്ഷങ്ങളുടെ ശാഖകളിൽ തട്ടി ഒരു തടസ്സമുണ്ടാകും. സാധാരണഗതിയിൽ വലിയ ഉയരമുള്ള ഒരു വാഹനം പോകുമ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പുകളൊക്കെ തടസ്സമാണ്. പക്ഷേ ഇതിനങ്ങനെയില്ല. ഇതിൻ്റെ ഈ ധ്വജം വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നർത്ഥം. അതിന് രൂപമാറ്റം വന്നുകൊണ്ടേയിരിക്കും, ആകാരഭേദം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ധ്വജമാണ് അതിലുള്ളത്. ആകാശത്തിലെ ഇന്ദ്രധനുസ് പോലെ പ്രകാശിക്കുകയും അതിൻ്റെ ആകാരം, അതിൻ്റെ ആകൃതി മാറി മാറി വരികയും ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലും അതിന് തടസ്സം ഉണ്ടാവുകയില്ല. ഈ രഥത്തിന് അഗ്നിയും പുകയും ഒരുമിച്ച് ആകാശത്തിൽ വ്യാപിക്കുന്നത് പോലെ ഈ രഥത്തിൻ്റെ ധ്വജം ആകാശത്തിൽ വ്യാപിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ഇതിനാണെങ്കിൽ ഇതിൻ്റെ ഭാരം രഥത്തിൽ അനുഭവപ്പെടുകയുമില്ല, ഭാരഹീനവുമാണ് ഈ ധ്വജം. എന്നിട്ട് പറയുന്നു, അർജുനന്റെ കുതിരകളെ കുറിച്ച് പറയുന്നു. ശ്വേതാസ്തസ്മിൻ വാതവേഗാഹ സദശ്വാഹ ദിവ്യായുക്താശ്ചിത്രരഥേന ദത്താഹ ഭൂവ്യന്തരീക്ഷേ ദിവി വാ നരേന്ദ്ര യേഷാം ഗതിർഹീയതേ നാത്ര സർവ ശതം യത്തത് പൂര്യതേ നിത്യകാലം ഹതം ഹതം ദത്തവരം പുരസ്താത്. അർജുനന്റെ ഈ കുതിരകളെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരാളുടെ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനന്റെ കുതിരകളെക്കുറിച്ച്, രഥത്തെക്കുറിച്ച് നമ്മൾ ഭഗവത്ഗീത പഠിച്ചവരും അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരും പറയാറുണ്ട്, അർജുനന്റെ രഥത്തിൽ 5 കുതിരകളാണ്, അത് ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്, 5 ഇന്ദ്രിയങ്ങളെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് എന്തൊക്കെയോ ചേർത്ത് ഉപനിഷത്തിലെ ആ ഇന്ദ്രിയങ്ങളും രഥങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ കുതിരയും തമ്മിലുള്ള ആ ഒരു സാദൃശ്യത്തെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 5 കുതിരകളാണെന്നും അവ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ തന്നെ ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. പക്ഷെ അത് വാസ്തവത്തിൽ ശരിയല്ല. മഹാഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള ഭഗവത്ഗീത നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ കണ്ട് വ്യാഖ്യാനിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അർജുനന്റെ തേരിൽ 100 കുതിരകളുണ്ട് എന്നാണ്. വലിയ തേരാണ്, ചെറിയ തേരൊന്നും അല്ല. അപ്പോൾ വർണ്ണിച്ചതിൽ നിന്നും ഈ തേരിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് സഞ്ജയൻ നേരത്തെ ബോധം കെട്ട് വീണത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത്ര വലിയ തേര് 100 കുതിരകളെ പൂട്ടിയിട്ടുണ്ട്. ശ്വേതാസ്തസ്മിൻ വാതവേഗ, വായുവിന്റെ വേഗതയല്ല ശക്തി, വായുവിനെ പോലെ ശക്തിയുള്ള വെളുത്ത കുതിരകളാണ്, നല്ല കുതിരകളാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. അവ ദിവ്യമായ കുതിരകളാണ്. ഇതൊക്കെ അർജുനന് കൊടുത്ത ചിത്രരഥനാണ്. ആദ്യ പർവ്വത്തിൽ ആ യാത്രയിൽ കുന്തിയോടൊപ്പം പാണ്ഡവന്മാർ യാത്ര ചെയ്യുന്ന സമയത്ത് ചിത്രരഥൻ വന്ന് അവരെ തടയുകയും യുദ്ധത്തിൽ ചിത്രരഥനെ തോൽപ്പിച്ചപ്പോൾ ചിത്രരഥൻ അദ്ദേഹത്തിന് 100 കുതിരകൾ, ദിവ്യ കുതിരകളെ തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുദ്ധസമയത്ത് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിക്കൊള്ളാം എന്ന് പറയുകയായിരുന്നു. ആ 100 കുതിരകളെയാണ് തൻ്റെ രഥത്തിൽ അദ്ദേഹം പൂട്ടിയിരിക്കുന്നത്. ആകാശത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലും ഇഷ്ടം പോലെ അതിന് സഞ്ചരിക്കാൻ സാധിക്കുന്ന കഴിവുള്ള കുതിരകളാണ് ഇവ. ശതം യത്തത് പൂരതേ നിത്യകാലം, എല്ലാ സമയത്തും അത് 100 കുതിരകൾ ഉണ്ടാകും. ഹതം ഹതം ദത്തവരം പുരസ്താത്, ഏതെങ്കിലും ഒരു കുതിര ആയുസത്തിലോ മറ്റോ മരിച്ചു പോയാൽ അതിന് പകരം മറ്റൊരു കുതിര അവിടെ സ്ഥാനം പിടിക്കുകയും ഈ 100 എന്ന സംഖ്യ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ അർജുനന്റെ രഥത്തിലെ കുതിരകളുടെ എണ്ണം 100 ആണ് എന്ന് ഇവിടെ വ്യാസൻ സഞ്ജയനിലൂടെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഗീതാ വ്യാഖ്യാനം പറയുന്ന ആളുകൾ ഇത്തരം ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് പ്രതീകാത്മകമായിട്ട് എല്ലാം സിംബോളിക്കലായിട്ട് വർണ്ണിക്കണമെങ്കിൽ അതിനുള്ള ധാരാളം കാര്യങ്ങൾ ഗീതക്കകത്തും പുറത്തൊക്കെ ഉണ്ട്, അതെടുക്കാം. പക്ഷേ വാസ്തവ വിരുദ്ധമായിട്ട് നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതേപോലെ അർജുനന്റെ ഈ രഥം പോലെ തന്നെ യുധിഷ്ഠിരന്റെ രഥം ദന്തവർണ്ണമാണ്, എന്ന് വെച്ചാൽ ആനക്കൊമ്പിന്റെ വർണ്ണം, ഒരു തരം വെള്ള. ഭീമന്റെ കുതിരയുടെ കാര്യമാണ് ദന്തവർണ്ണം എന്ന് പറഞ്ഞത്. ഭീമന്റെ കുതിരകൾ വൃക്ഷപ്രഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കരടിയെ പോലെ കറുപ്പുള്ളവയാണ്, കരടിയാണെന്ന് പെട്ടെന്ന് തോന്നുന്നവയാണ്, വായുതുല്യമായ ശക്തിയുള്ളവയാണ്. സഹദേവന്റെ കുതിരകളാകട്ടെ പ്രത്യേകതയുള്ളവയാണ്. കൽമാഷാങ്ക തെത്തിരി ചിത്രപൃഷ്ഠാഹ ഭ്രാത്രാദത്ത പ്രിയത ഫാൽഗുനേന ഭ്രാതുർവീരസ്യ സ്വയസ്തുരങ്കൈർ വിശിഷ്ട മുദായുക്താഹ സഹദേവം വഹന്തി. സഹദേവനെ വഹിക്കുന്ന ഈ കുതിരകൾ കൽമാഷവർണ്ണമുള്ളതും തിത്തിരി പക്ഷികളുടെ ചിത്രങ്ങൾ അതിൻ്റെ പിറകിലൊക്കെ കൊത്തി ഉണ്ടാക്കിയവയുമാണ്. അത് അർജുനൻ സ്നേഹത്തോടു കൂടി സഹദേവന് സമ്മാനിച്ചതാണ്, ദേവന്മാർ സൃഷ്ടിച്ചത് തന്നെയാണ്. തൻ്റെ കുതിരകൾക്കാൾ ശ്രേഷ്ഠതയുള്ളതും വീര്യമുള്ളതുമായ കുതിരകളെയാണ് അർജുനൻ സഹദേവന് കൊടുത്തത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ സഹോദരൻ എന്ന രീതിയിൽ മാത്രമല്ല, മാധുരീപുത്രൻ, ആ മാധുരീപുത്രന്മാരിൽ ശൂരനായ സഹദേവന്
താൻ കുതിരകളെ കൊടുത്തു, തന്നേക്കാൾ നല്ല കുതിരകളെ കൊടുത്തു. ഇതാണ് അർജുനൻ കാണിച്ച ആ പ്രിയതാ ഫാൽഗുനേന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സഹദേവന്റെ കുതിരകളുടെ ഒരു പ്രത്യേകതയാണ്. നകുലൻ മഹേന്ദ്രദത്താഹ ഹരയോ വാജിമുഖ്യാഹ, പച്ച നിറത്തിലുള്ള കുതിരകൾ അങ്ങനെ കാണില്ല. എങ്കിലും അത് മഹേന്ദ്രദത്ത്, അത് ഇന്ദ്രൻ തന്നെ നൽകിയതായതുകൊണ്ട് അതിന് ഇത്തരം വർണ്ണഭേദങ്ങൾ വരാം. അങ്ങനെയുള്ള ശക്തിയുള്ള കുതിരകളാണ് നകുലന്റെ കുതിരകൾ. അഭിമന്യു അതുപോലെ ദ്രൗപദീ പുത്രന്മാരായിട്ടുള്ള യുവാക്കള് ദേവദത്തങ്ങളും മഹാവേഗതയുള്ളവയും ചിത്തരൂപങ്ങളുമായ കുതിരകളെയാണ് അവരും തൻ്റെ രഥങ്ങളിൽ കൂട്ടിയിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ രഥങ്ങളെ കൊണ്ട് തന്നെ അവരുടെ ജയം അവർ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് സഞ്ജയൻ പറയുന്നത്. അപ്പോൾ സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വീണ്ടും ധൃതരാഷ്ട്ര മഹാരാജാവിന് വലിയ വേവലാതി ഉണ്ടായി. അദ്ദേഹം വിലപിച്ചുകൊണ്ട് പറഞ്ഞു, ആരൊക്കെയാണ് അവിടെ യുദ്ധം ചെയ്യാൻ മറ്റുള്ളവർ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ സൈനിക സജ്ജീകരണം എന്ന് ചോദിച്ചു. സഞ്ജയൻ പറഞ്ഞു, അവിടെ ശ്രീകൃഷ്ണൻ തന്നെയാണ് പ്രധാന ആകർഷണ കേന്ദ്രം. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ശത്രുക്കളെ പേടിച്ച് വിറക്കും. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പും ഒക്കെ തന്നെ. രണ്ട് അക്ഷൗഹിണികളിലായിട്ട് നിൽക്കുന്ന ആ സൈന്യങ്ങളിൽ പാണ്ഡവപക്ഷത്തുള്ള മഹാരഥന്മാരായിട്ട് ആളുകൾ പ്രധാനമായിട്ട് അർജുനനും ശ്രീകൃഷ്ണനും തന്നെയാണ് പ്രധാന ആകർഷണ കേന്ദ്രം. അതുപോലെ പാഞ്ചാല രാജാവായിട്ടുള്ള ധ്രുവദന്റെ സൈന്യം അനേകം അക്ഷൗഹിണിയുമായിട്ട് നിൽക്കുന്നു. വിരാടന്റെ ഒരു സൈന്യം, ഒരു വിഭാഗം. ആ വിരാടന്റെ മകനായ ശംഖൻ എന്ന മഹാവീരനാണ് അതിനെ നയിക്കുന്നത്. അതുപോലെ ഉത്തരനും ഒട്ടും പുറകിലല്ല. ജരാസന്ധന്റെ മകനായ സഹദേവൻ ഒരു വിഭാഗത്തെ നയിക്കുന്നു. കേകയ രാജാവ് 5 സഹോദരന്മാരായിട്ടുള്ള കേകയന്മാർ, അവര് ഒരു വിഭാഗം സൈന്യത്തെ നയിക്കുന്നു. പിന്നെ ഇവരൊക്കെ തന്നെ പലതരത്തിലുള്ള വ്യൂഹം, ഇതിൽ ധൃഷ്ടദ്യുമ്നനാണ് അവരുടെ സേനാപതി. ധൃഷ്ടദ്യുമ്നൻ ഈ വ്യൂഹരചനയിൽ സമർത്ഥനാണ്. മാനുഷം, ദൈവം, ഗാന്ധർവം, ആസുരം, ഇങ്ങനെ 4 തരത്തിലുള്ള വ്യൂഹം രചിക്കുന്നതിൽ സമർത്ഥനാണ് ഈ ധൃഷ്ടദ്യുമ്നൻ, ദ്രുപദപുത്രൻ. മനുഷ്യന്മാരുണ്ടാക്കുന്നവ, ദേവന്മാരുണ്ടാക്കുന്ന വ്യൂഹങ്ങൾ, ഗന്ധർവന്മാരുണ്ടാക്കുന്ന വ്യൂഹങ്ങൾ, അസുരന്മാരുണ്ടാക്കുന്ന വ്യൂഹങ്ങൾ, ഈ 4 തരം വ്യൂഹങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് ധൃഷ്ടദ്യുമ്നൻ. അതും ഭയാനകമാണ്. ആ ധൃഷ്ടദ്യുമ്നൻ അതുപോലെ ഈ അവരുടെ സൈന്യങ്ങളിൽ ഓരോ യോദ്ധാവിനും ചില ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ കൃത്യമായ ആസൂത്രണമാണ്. ആരെ കൊല്ലണം എന്നൊരു അവരൊരു ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ഭീഷ്മ ശാന്തനവോ രാജൻ ഭാഗക്ലിപ്ത ശിഖണ്ഡിനഹ, ശന്തനുപുത്രനായ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ഏൽപ്പിച്ചിരിക്കുന്നത് ദ്രുപദപുത്രനായ ശിഖണ്ഡി എന്ന് പറയുന്ന മഹാവീരനെയാണ്. ശിഖണ്ഡി ആണും പെണ്ണും കെട്ടവനാണ് എന്ന് ചില പ്രഭാഷകന്മാർ, വ്യാഖ്യാതകൾ പറയാറുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹം ജനിക്കുമ്പോൾ പെൺകുട്ടിയായിരുന്നുവെങ്കിലും ഒരു ഗന്ധർവനുമായിട്ട് ഈ ലൈംഗികത പരസ്പരം കൈമാറിയിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാതെ ഇരുന്ന ഒരു കഥയാണ് മഹാഭാരതത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിഖണ്ഡി ആദ്യം സ്ത്രീ ആയിരുന്നുവെങ്കിലും പിന്നീട് പുരുഷനായി മാറി പൗരുഷം നേടിയ ശേഷം അദ്ദേഹം മഹാപരാക്രമിയാണ്, ശൂരനാണ്, യുദ്ധവീരനുമാണ്. ആ ശിഖണ്ഡിക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യം ഭീഷ്മരെ കൊല്ലുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ സൈന്യവുമുണ്ട്. അതിനായിട്ട് അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കും എന്നർത്ഥം. അതുപോലെ ധർമ്മപുത്രരുടെ ലക്ഷ്യം ശല്യൻ എന്ന മദ്രരാജാവാണ്. അദ്ദേഹത്തെ കൊല്ലാനാണ് ധർമ്മപുത്രരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദുര്യോധനനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ 199 സഹോദരന്മാരെയും കൊല്ലാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഭീമസേനൻ്റെ ദൗത്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കൗരവ സൈനികരായ ഈ കിഴക്കുനിന്നും തെക്കുനിന്ന് വന്നവരായ പ്രാച്യന്മാരും ദാക്ഷിണാത്യന്മാരുമായ അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെയും ദുര്യോധനാദികളായ ധാത്രാഷ്ട്രന്മാരെയും കൊല്ലാനുള്ള, അവരുടെ പുത്രന്മാരെയും കൊല്ലാനുള്ള ചുമതല ഭീമനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അർജുനന്റെ ലക്ഷ്യം വൈകർത്തനായ കർണൻ തന്നെയാണ്. അതുപോലെ അശ്വത്ഥാമാവ്, വികർണൻ, സിന്ധുരാജാവായ ജയദ്രഥൻ, ഇവരും അർജുനന്റെ ലക്ഷ്യങ്ങളാണ്. അർജുനൻ ഇവരെ കൊല്ലുമെന്ന് അവർ കൂട്ടായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ കൊല്ലാൻ സാധിക്കാത്ത നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ അർജുനൻ കൊല്ലുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ കേകയ രാജാക്കന്മാർ, ഈ കേകയ രാജാക്കന്മാർ അവർ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവരാണ്. അവർ സംശപ്തകന്മാരെയും ത്രികർത്തന്മാരെയും കൊന്നുകൊള്ളും. ദുര്യോധനന്റെ പുത്രന്മാർ, ദുശാസനന്റെ പുത്രന്മാർ, അവരൊക്കെ തന്നെ അഭിമന്യുവിൻ്റെ ഇരകളാണ്. ധൃഷ്ടദ്യുമ്നൻ മുതലായിട്ട് ആളുകൾ ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്.
കൃതവർമാവായിരിക്കുന്ന ഭോജനെ സാത്വികി നേരിടും. അവർ രണ്ടുപേരും യാദവന്മാരാണ്, കൊല്ലുമെന്ന് പറഞ്ഞില്ല, യുദ്ധത്തിൽ നേരിടും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിരവധി ആളുകൾക്ക് ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി സന്ധ്യൻ അവിടെ അറിയിക്കുകയാണ്.